നേമം വാർഡിൽ കഴിഞ്ഞ 2015 മുതൽ 20 വരെയും 20 മുതൽ 25 വരെയും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി വിധി എഴുതിയിട്ടുള്ള വാർഡാണ്. അതിന് കാരണം ഈ വാർഡിൻ്റേതായിട്ടുള്ള സമഗ്രമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ജനപ്രതിനിധികളായിട്ടുള്ള 2015 മുതൽ 20 വരെ എനിക്ക് ഇവിടെ ഒരവസരം നൽകിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 20-25 കാലയളവിൽ ശ്രീമതി ദീപിക ഇവിടെ കൗൺസിലറായിരുന്നു. ഈ രണ്ട് കാലയളവിലും ഈ നാടിൻ്റെ സമഗ്രമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ പാവപ്പെട്ട അർഹതപ്പെട്ട പാവങ്ങൾക്ക് തലച്ചായ്ക്കാൻ ഒരിടം എന്ന സ്വപ്ന പദ്ധതി, നരേന്ദ്രമോദിജിയുടെ പദ്ധതി, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വീട് കൊടുക്കുവാൻ സാധിച്ചിട്ടുള്ള ഒരു വാർഡാണ് നേമം വാർഡ്. ഏറ്റവും കൂടുതൽ പാവങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാൻ ഇവിടെ സാധിച്ചിട്ടുള്ള വാർഡാണ്. ഇവിടെ LDF ഒക്കെ നിരവധി സർക്കാർ ഭരിക്കുമ്പോഴും ഇവിടെ കുടിവെള്ള ലഭ്യത, കാശ് കൊടുത്ത് കുടിവെള്ളം ലഭ്യത ഉറപ്പുവരുത്തേണ്ട ഒരു കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ട് സൗജന്യമായ 823ഓളം ആളുകൾക്ക് സൗജന്യമായ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി, ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കി, മെയിൻ്റനൻസ് ഗ്രാൻറ്റ് കൊടുക്കുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ റോഡുകൾ നവീകരിക്കപ്പെടുവാൻ സാധിച്ചു, തെരുവുവിളക്കുകൾ കത്തിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി കാർഷിക മേഖലയെ സംബന്ധിച്ചുള്ള സമ്പൂർണ്ണ വികസന പ്രവർത്തനങ്ങളിൽ എത്തിക്കുവാൻ, അർഹതപ്പെട്ട പാവങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കുവാൻ ഒക്കെ ഈ കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ഈ വാർഡിലെ ജനങ്ങൾക്ക് കൊടുക്കുവാൻ സാധിച്ചു. അതുതന്നെയാണ് ഞങ്ങൾക്ക് വീണ്ടും ആത്മവിശ്വാസം. തിരഞ്ഞെടുക്കപ്പെടുവാൻ ഇത് തന്നെയാണ് ഞങ്ങൾ മുന്നിലേക്ക് വെക്കുന്ന വിഷയം. കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രധാനമന്ത്രി ആവാസ് യോജനയാണ് ഭവന നിർമ്മാണ പദ്ധതി എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയാണ് PMAY, പ്രധാനമന്ത്രി ആവാസ് യോജന. കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് കർഷക സമ്മാൻ നിധി പദ്ധതി, അതുപോലെ തന്നെ പഞ്ചായത്തുകളിൽ കൊടുക്കുന്ന കുടിവെള്ള പദ്ധതി ഇന്ന് ഇവിടെ അമൃത് പദ്ധതിയായിട്ട് നഗരത്തിൽ കൊടുക്കപ്പെടുന്നു. സൗജന്യമായിട്ടുള്ള കുടിവെള്ള പദ്ധതി ഇന്ന് നഗരത്തിൽ കാണുന്ന സ്മാർട്ട് സിറ്റി പദ്ധതി, അത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമാണ്. ഇന്ന് നഗരത്തിൻ്റെ സൗന്ദര്യവൽക്കരണം, അതുപോലെ വഴുതക്കാട്, അതുപോലെ സിറ്റിയുടെ പ്രധാന ഭാഗങ്ങളൊക്കെ സൗന്ദര്യവൽക്കരണം നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ സൗന്ദര്യവൽക്കരണം നടത്തിയത് കേന്ദ്രത്തിൻ്റെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടാണ്. ഇന്ന് നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഓടുന്ന ആ ബസ്, ഒരു ചെറിയ ബസ് ഓടുന്നുവെങ്കിൽ ആ ബസ്സിൻ്റെ ഒരു സൈഡിൽ എഴുതിയിട്ടുണ്ട് സ്മാർട്ട് സിറ്റി ഫണ്ടെന്ന്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഫണ്ട് വിനിയോഗിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് യാത്രാ സൗകര്യം, റോഡ്, കുടിവെള്ളം, വീട്, കാർഷിക മേഖലയ്ക്ക് 6000 രൂപ സൗജന്യമായി ഒരു വർഷത്തിലെ കൃഷി ചെയ്യുന്ന കർഷകന് കൊടുക്കുന്നു. അങ്ങനെ എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നേമം വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എനിക്കും താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.